പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ അയോധ്യ ആഘോഷത്തിലാണ്. ദീപപ്രഭയിൽ മുങ്ങിയ രാമക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തരാണ് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അയോധ്യയിൽ നിന്ന് ബി ബാലഗോപാൽ ചേർന്നുണ്ട്. ബാലു, ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന അയോധ്യയിലെ രാത്രികാല കാഴ്ചകൾ അത് എത്രത്തോളം മനോഹരമാണ്? അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടന്ന രാമക്ഷേത്രത്തിലെ ശ്രീകോവിൽ അഥവാ ഗർഭഗൃഹത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണാം, അതായത് ഇന്ന് ഇവിടെ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. വലിയ തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉള്ളത്. ഇന്ന് ഈ പൊതുജനങ്ങൾക്ക് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. പക്ഷേ ഈ ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചും എത്തിയവരും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്കും ഒക്കെയാണ് ഇന്ന് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇന്ന് ഈ പ്രാണപ്രതിഷ്ഠ നടന്ന ശ്രീകോവിലേക്ക് അതായത് ഈ വിഗ്രഹം കാണുന്നതിനുള്ള വലിയ തിരക്കാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. വലിയൊരു ഈ ശ്രീകോവിലിൽ തന്നെ വലിയ തോതിലുള്ള തിരക്കാണ് ഈ സമയത്ത്. അതായത് രാത്രി 11 മണിവരെയാണ് ഈ ക്ഷേത്രത്തിൽ ദർശനം അനുവദിച്ചിട്ടുള്ളത്. ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം എന്ന നിലയിലാണ് ക്ഷേത്രം കൂടിയാണ് ഈ അയോധ്യയിലെ പുതുതായി പണി കഴിപ്പിക്കപ്പെട്ട ഈ രാമക്ഷേത്രം. നമുക്ക് ഈ കാണാം, പൂർണ്ണമായും ഈ ശ്രീകോവിലിന്റെ നിർമ്മിച്ചിരിക്കുന്നത് മക്രാന മാർബിൾ ഉപയോഗിച്ചാണ്. അതായത് രാജസ്ഥാനിലെ മക്രാനയിൽ മാർബിൾ, വളരെ പ്രസിദ്ധമായ മക്രാന മാർബിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രം പൂർണ്ണമായും, ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പൂർണ്ണമായും പണിതിരിക്കുന്നത്. മറ്റ് ഭാഗങ്ങൾ ഈ 3 നിലയായിട്ടാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 2 നിലകളുടെ ഈ നിർമ്മാണം മാത്രമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. മറ്റ് നിലകളുടെ ഈ നിർമ്മാണത്തിനായി രാജസ്ഥാനിൽ നിന്നും അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ഒക്കെയാണ് ഈ കല്ലുകളും മറ്റും കൊണ്ടുവന്നിരിക്കുന്നത്. വലിയ ഈ തൂണുകളിലും മറ്റും, അതായത് ഈ ക്ഷേത്രത്തിൽ നിരവധി, ശ്രീകോവിലിൽ തന്നെ ഏതാണ്ട് 2 ഡസനോളം തൂണുകളുണ്ട്. ഈ തൂണുകളിലൊക്കെ ഈ കൊത്തുപണികൾ, അതായത് ദേവന്മാരുടെയും ദേവതകളുടെയും ഒക്കെ ചിത്രങ്ങൾ കൊത്തുപണികളിലൂടെ അല്ലെങ്കിൽ കൊത്തിവച്ചിരിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ്. വളരെ വലിയൊരു ശില്പ മനോഹാരിതയാണ് ഈ ശ്രീകോവിലിനുള്ളിൽ തന്നെ ഉള്ളത്. ഈ സിംഹദ്വാരത്തിലൂടെയാണ് നമുക്ക് ഈ ശ്രീകോവിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കഴിയുന്നത്. സിംഹദ്വാരത്തിൽ എത്തണമെങ്കിൽ 32 പടികൾ കയറി വേണം നമുക്ക് ഈ സിംഹദ്വാരത്തിലേക്ക് എത്തേണ്ടത്. തുടർന്നാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ 1ാം നിലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ശ്രീകോവിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ തിരക്ക് ഇപ്പോഴും ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിഗ്രഹത്തിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി നമ്മുടെ ക്യാമറാമാൻ ജഗദീഷിന് അല്പം പ്രയാസമുള്ളത്. കാരണം അതിന്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് അല്ലെങ്കിൽ അതിന്റെ മുൻഭാഗത്ത് ഇപ്പോൾ വലിയ തിരക്കാണ്. നേരത്തെ അല്പസമയം മുമ്പ് അത്രത്തോളം തിരക്കിലായിരുന്നു, പക്ഷേ ഇപ്പോൾ വലിയ തിരക്കാണ്. അതുകൊണ്ട് നമുക്ക് ആ വിഗ്രഹത്തിന്റെ അടുത്തേക്ക് പോകുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടെ എത്തുന്നവരൊക്കെ ഈ ഫോട്ടോ എടുക്കുകയും അതുപോലെ തന്നെ സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. അതുകൊണ്ടും ഈ തിരക്ക് വലിയ തോതിൽ, കാരണം പുതിയൊരു ബി ബാലഗോപാലാണ് അയോധ്യയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നമുക്ക് നൽകിയത്. അയോധ്യയിൽ ദീപാലങ്കൃതമാണ് അയോധ്യ. രാത്രികാല കാഴ്ചകൾ അതിമനോഹരമാണ്. പുറത്തു നിന്നുള്ളവർക്ക് ഇന്ന് ക്ഷേത്രത്തിൽ പ്രവേശനം ഇല്ല എങ്കിൽ കൂടി വലിയ രീതിയിലുള്ള തിരക്കാണ് ഈ സമയവും അയോധ്യയ്ക്കുള്ളിൽ, ക്ഷേത്രത്തിനുള്ളിൽ, ക്ഷേത്ര പരിസരത്ത് ഒക്കെ അനുഭവപ്പെടുന്നത്. ക്ഷണിക്കപ്പെട്ട വ്യക്തികൾക്കും ഒപ്പം മാധ്യമപ്രവർത്തകർക്കും മാത്രമാണ് ഇന്ന് അയോധ്യയിൽ ക്ഷണം. അങ്ങനെ ആഘോഷ നിറവിലാണ് അയോധ്യ, വർണ്ണശോഭയിലാണ് രാമക്ഷേത്രം.